ഹലോ ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസം കൂടി ഞങ്ങൾക്ക് അവധിയൊക്കെ കിട്ടി. അപ്പം നമ്മളാണെങ്കിൽ വാഗമണ്ണ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഗമണ്ണ് മാത്രം കാണുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയല്ല, നമുക്ക് അവിടെ ഒരു സിയാറത്ത് കേന്ദ്രമുണ്ട്, നമ്മുടെ കോലാഹലമേട് ദർഗ, അവിടെയും കയറണം കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം അച്ഛൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ എവിടെ പോയാലും പോവുള്ളൂ. അപ്പം ഞാനും അക്കച്ചിയും കുഞ്ഞാറ്റയും കുഞ്ഞോളും അമ്മച്ചിയും അമ്പുടു കുഞ്ഞും എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആണെങ്കിൽ നല്ല തിരക്കുള്ള ഒരു ദിവസമൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചാണ്, നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ യാത്ര തുടർന്നത്. പക്ഷേ ആണെങ്കിൽ വലിയ തിരക്കോ തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മളങ്ങനെ യാത്രയൊന്നും ഒത്തിരി അങ്ങ് പോവാറില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്താ പറയുക, എല്ലാവർക്കും കൂടി ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേനും എന്നാൽ പിള്ളേരുടെ സന്തോഷമില്ലേ നമ്മുടെ സന്തോഷം. പിള്ളേർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ പിള്ളേർ പറഞ്ഞതനുസരിച്ച് ഇന്നൊരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ അജ്മി പുട്ടുപൊടിയുടെയൊക്കെ എന്താ പറയുന്നത് ഹൗസൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാക്ടറി കാര്യങ്ങൾ, അവരുടെ വീട് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഭയങ്കര ഡിസ്കഷനിലൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി വീടാണ്. അപ്പം ചിലരൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ചിലരൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കാണും തോറും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും കേട്ടോ. ഇവരുടെ വീടൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ യാത്രയൊക്കെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. ജമീലാമ്മയാണെങ്കിലും ഓട്ടോയിലിരുന്ന് ഭയങ്കര ഉറക്കം, നമ്മുടെ അമ്മയുടെ കുഞ്ഞും ഉറക്കമുണ്ട് കേട്ടോ. ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്ന് ഉറങ്ങണവരാരെങ്കിലും ഉണ്ടോ? എന്താണെങ്കിലും ഞാൻ വീഡിയോ പിടിക്കുകയെന്നൊന്നും ജമീലാമ്മ അറിയില്ല കേട്ടോ. നല്ല ആസ്വദിച്ച ഉറക്കത്തിലാണ്. അപ്പം നമ്മൾ ഈരാറ്റുപേട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കോലാഹലമേട് ദർഗയിലോട്ട് പോകുമ്പോഴത്തേനും അതിനിടയ്ക്കായിട്ട് ഈരാറ്റുപേട്ടയിൽ വെച്ച് അവിടുത്തെ ഒരു പള്ളി കയറി സിയാർത്തൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കോലാഹലമേട് ദർഗയിലോട്ട് പോവുള്ളൂ. അത് നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പുടുക്കുഞ്ഞിനെയും വിളിച്ചെണീപ്പിച്ച് ഞാനും ജമീലാമ്മച്ചി അക്കച്ചിയും കുഞ്ഞാറ്റയും കുഞ്ഞോളും മച്ചാനും എല്ലാവരും കൂടിയിട്ട് ആ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞ് ഇങ്ങനെ ഉറക്കപ്പിച്ചിലായിരുന്നു, എന്നാലും എണ്ണീച്ചു കേട്ടോ. കുഞ്ഞാറ്റയുടെയും കുഞ്ഞോളുടെയും കൂടെ ആയതുകൊണ്ട് അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. യാത്രയൊക്കെ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പള്ളി. എന്താ പറയുക, നമ്മൾ പലതവണ ഇങ്ങനെ കോലാഹലമേട് പള്ളിയിൽ വരുമ്പോഴെല്ലാം നമ്മളിവിടെ കയറി സിയാർത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പം എന്താ പറയുക, ഞാനും അക്കച്ചിയും എല്ലാവരും പള്ളിയിൽ ഉള്ളിൽ കയറി സിയാർത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം പള്ളിയിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞോക്കും കുഞ്ഞാറ്റയ്ക്കും ഭയങ്കര സന്തോഷം, അതിൻ്റെ കൂടെ അമ്പുടുക്കുഞ്ഞിനും സന്തോഷമായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഓടിപ്പാഞ്ഞ് കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ നടന്നു. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ പിന്നെ അക്കച്ചിമാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട. അപ്പോൾ അവരിങ്ങനെ പുറത്തേക്കൂടെ ഓടിപ്പാഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലോട്ട് പ്രവേശിക്കാൻ സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടം വേറെയും പുരുഷന്മാർക്കുള്ളത് വേറെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടത്തിലൂടെ പള്ളിയിലൂടെ അകത്ത് കയറി. അപ്പം ഇതാണ് നമ്മുടെ പള്ളിയുടെ പേര്, ഷെയ്ഖ് ഫരീദ് വലിയുല്ലാഹി മക്കാം എന്ന പേരിലാണ് കേട്ടോ ഈരാറ്റുപേട്ടയിൽ ഈ പള്ളി അറിയപ്പെടുന്ന. പുതുപ്പള്ളി, ഈരാറ്റുപേട്ട പുതുപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും തന്നെ ഒരു വിധത്തിൽ അറിയാമായിരിക്കും, അറിയാത്തവരും ഒത്തിരി പേര് കാണും കേട്ടോ. എന്താണേലും നമ്മൾ അവിടെ കയറി സിയാറത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് പള്ളിയിലെ മതപരമായ ചടങ്ങുകൾ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ വീഡിയോയിൽ പിടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സിയാർത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വന്നു. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ജമീലാമ്മ ഓട്ടോയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാമല്ലോ, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലും പണി കിട്ടിയാൽ പാടാവും എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. കഴിച്ചാൽ അമ്മട്ടോ പോയാലോ, അമ്മമ്മ നിന്നാലോ, അമ്മമ്മ നിന്നാ ചോറാണ് വേണ്ടേ? അമ്മ അപ്പ തരാട്ടോ, അപ്പ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കലാപരിപാടിയാണ് കാണുന്നത്. നമ്മുടെ ഓട്ടോയുടെ ഡിക്കിയിൽ നമ്മൾ ഫുഡ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ പാത്രങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കും കേട്ടോ. നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ആകപ്പാടെ എക്സൈറ്റ്മെൻറ്റിലാണ്, എന്ത് കിട്ടും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മച്ചിയും കുഞ്ഞാറ്റയും ബാക്കിയുള്ളവരെല്ലാവരും ഓട്ടോയുടെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞാനും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്പുടുക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അമ്പുടുക്കുഞ്ഞിന് കൊടുത്തിട്ട് വേണമല്ലോ നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഓട്ടോയുടെ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന് അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ കുറേശ്ശെ അപ്പമൊക്കെ വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അമ്പുടുക്കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി ഹാപ്പിയാണല്ലോ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അമ്പുടു ഫുഡ് കഴിച്ചില്ലേ പിന്നെ
ആ ദിവസം ഭയങ്കര ഡള്ളായിരിക്കും. അപ്പോൾ അമ്പുടുക്കുഞ്ഞിൻ്റെ വിശപ്പൊക്കെ ആദ്യം മാറ്റിയിട്ട് ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര വൈബാണല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതിന് നല്ല ഇരട്ടി മധുരം എന്ന് പറയണ പോലെ അടിപൊളി ടേസ്റ്റോടുകൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ പിടിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടാണ് ഞാൻ കാണുന്നത്. എവിടെ വെച്ച് വീഡിയോ പിടിക്കണം, അതിൽ പകുതി പേർക്ക് വീഡിയോ പിടിക്കണ ഇഷ്ടമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ അക്കച്ചിക്കാണ് വീഡിയോ എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ യാത്ര വീണ്ടും തുടർന്നു. നമ്മൾ ഇനി പോകുന്നതാണ് നമ്മുടെ കോലാഹലമേട് ദർഗയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടവഴികൾ താണ്ടി നല്ല ഹരിതാപമാർന്ന പച്ചപ്പാർന്ന നല്ല അടിപൊളി വഴികളിലൂടെ നമ്മളങ്ങനെ കോലാഹലമേട് ദർഗയിലോട്ട് പോവുകയാണ്. നല്ല സുന്ദരമായ ഒരു ക്ലൈമറ്റായിരുന്നു. നമുക്ക് തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചെങ്കിലും തണുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം പിള്ളേരൊക്കെ ബ്ലാങ്കറ്റും ജാക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഭയങ്കര തണുപ്പാന്നൊക്കെ വിചാരിച്ച് പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ചൂട് കാരണം വേണ്ടി ഇരിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. എല്ലാവരും ഒരു സംശയമാണ് ഓട്ടോയിൽ ഇത്രയും വലിയ കുന്നും മേടൊക്കെ കയറാൻ പറ്റുമെന്ന്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങളെപ്പോഴും നമ്മുടെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഓട്ടോ വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓട്ടോയിൽ പോകുമ്പോഴത്തേനും. കാരണം നല്ല കാറ്റും നല്ല തുറന്ന കണ്ണോടുകൂടി തുറന്ന കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ ഓട്ടോ വണ്ടിയിൽ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വാഗമൺ എടുക്കണമെന്നുള്ളൊരു സിഗ്നലാണെന്ന് തോന്നുന്നു. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വിൽക്കാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ അടിച്ചു. അതായത് പലഹാരം എവിടെ പോയാലും കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞങ്ങൾ ചിപ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ കുറച്ചുകൂടെ കയറ്റപ്പുറത്തോട്ട് പോകുന്തോറും വണ്ടി തിരക്ക് കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ ഈ ബ്ലോക്കൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പയ്യെ നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ കയറുന്ന വഴി കണ്ടോ, ഈ വഴിയാണ് നമ്മൾ കോലാഹലമേട് ദർഗയിലോട്ട് പോകാനുള്ള വഴി. നേരെ പോകുമ്പോഴത്തേനുമാണ് കേട്ടോ വാഗമണ്ണ് പൈൻ വാലി ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ വഴി കണ്ടോ, പണ്ടാണേലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. വഴി ഒരു ഇടവഴിയായിരുന്നു. വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ റോഡിനിങ്ങനെ വീതിയൊക്കെ കൂട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ടൂറിസ്റ്റുകളും അല്ലാത്തവർ സിയാറത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ട്. കാരണം ഒരു പരിധിവരെ സിയാറത്ത് കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മുടെ എന്താ പറയുക, കോലാഹലമേട് ദർഗ, അതായത് തങ്ങൾപ്പാറ എന്നാട്ടോ അറിയപ്പെടുന്നത്. കാരണം ഒട്ടനവധി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അങ്ങനെ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് ഡയറക്റ്റായിട്ടുള്ള തേയിലപ്പൊടിയൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി വന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ തങ്ങൾപ്പാറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ മക്ബറ ഈ പാറയുടെ ഏറ്റവും പൊക്കത്തായിട്ടാണ് കേട്ടോ. അമ്പൂട് കുഞ്ഞിനെയും കൊണ്ട് പോകാനുള്ള പാടുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ നല്ല വെയിലുമായിരുന്നു കേട്ടോ. കാരണം കൊച്ചിനെയും കൊണ്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടുപെടും. അവളാണെങ്കിൽ ഇറങ്ങി ഓട്ടവും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ യാത്ര ഒട്ടും സേഫ്റ്റി ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അമ്പൂട് കുഞ്ഞും ഞാനും അക്കച്ചിയൊക്കെ താഴെ വിശ്രമിച്ചു. അപ്പം അച്ഛനും മക്കളും എല്ലാം കൂടെ പൊക്കത്ത് പള്ളിയിൽ പോയി സിയാറത്തൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. കാരണം നമ്മൾ ഇവിടെ കൊച്ചിനെയും കൊണ്ട് തന്നെ കയറ്റമൊക്കെ കയറിപ്പോകും, സേഫ്റ്റി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴെയിരുന്ന് യാസീനും കാര്യങ്ങളൊക്കെ ഓതി. അപ്പം അച്ചാനും കുഞ്ഞാറ്റയും കുഞ്ഞാട്ടും എല്ലാം പൊക്കത്തോട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ ആറ്റയും കുഞ്ഞോളും എവിടെയെന്നൊക്കെ ചോദിക്കണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവനെ അവരെ കാണിച്ചു കൊടുക്കണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സിയാറത്ത് കഴിഞ്ഞ് ഒട്ടനവധി പേര് ഇറങ്ങി വരണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സിയാറത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ തങ്ങൾപ്പാറയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അല്ല കേട്ടോ. നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സമയം 2 മണി സമയത്തോളമായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് സെറ്റാക്കലാണ് കേട്ടോ കാണുന്നത്. മച്ചാൻ്റെ ഓട്ടോടെ വിരിയൊക്കെ വിരിച്ച് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുകയാണ്. അവിടെ അമ്പുട് കുഞ്ഞ് പ്ലേറ്റും പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്കമ്മാമന്തായോ എന്നും പറഞ്ഞ്. അപ്പോൾ മച്ചാൻ ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി തന്നു കേട്ടോ. നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മച്ചാനിങ്ങനെ ഞങ്ങൾക്ക് ആദ്യം എന്താ പറയണേ എടുത്തു തന്നു. അപ്പം നമ്മൾ പിന്നെ കഴിച്ചാൽ മതിയല്ലോ. അതൊക്കെയാണ്. എന്താണേലും അമ്പുട് കുഞ്ഞാണെങ്കിലും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. ചോറ് തായോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുഞ്ഞോളുണ്ടെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കൊടുക്കാൻ മച്ചാനെ ഒരു കൊടുക്ക. അമ്പുട് കുഞ്ഞിനും അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊടുത്തു. കുഞ്ഞോളുണ്ടെങ്കിൽ അമ്പുട് കുഞ്ഞിന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്ന് വിചാരിച്ചു. നമ്മൾ യാത്രയിൽ ഫുഡ് കഴിച്ചില്ലേ ഭയങ്കര പ്രശ്നമാണല്ലോ. കൊച്ചു വിശന്നിരുന്നാൽ ഭയങ്കര സങ്കടം വരൂലേ. അപ്പോൾ ആണെങ്കിലും അമ്പുട് കുഞ്ഞിനാണെങ്കിലും അങ്ങനെ ഇച്ചിരി ചോറൊക്കെ കൊടുത്തുവിട്ട് പിന്നെ ലാസ്റ്റ് അവളുടെ പാത്രത്തിലും കയറ്റി വരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ഇച്ചിരിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഓട്ടോ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കയറ്റി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ്.
അതായത് നമ്മൾ ഇനി പോകുന്നത് വാഗമണ്ണ് പൈൻവാലിയിലോട്ടാണ്. തിരക്കുണ്ടാകുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലോക്ക് കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലോക്കൊക്കെ കടന്നതേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പൈൻ വാലിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനെ മച്ചാൻ പിടിച്ചുവിടുക, കാരണം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്പുടുക്കുഞ്ഞിനെ ഞാൻ പിടിച്ച സേഫ്റ്റി കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ നല്ല വെയിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്പുടുക്കുഞ്ഞിനെ അവിടെ നിന്നൊരു ഗ്യാപ്പ് മേടിച്ചു കൊടുത്തു വിട്ട് അമ്പുടുക്കുഞ്ഞ് വെച്ചാൽ സന്തോഷമായിരുന്നു. പക്ഷേ ആ കിട്ടിയൊരു സന്തോഷത്തിൽ കുറച്ച് നേരം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതേ പോണു എല്ലാം ഊരിയെടുത്ത് അവളുടെ വഴിക്ക് കളഞ്ഞു. പിന്നെ ഇവിടെ നല്ല പാവക്കുഞ്ഞുങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത് ഊരാനുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു കട്ടക്കലിപ്പ് ഫീലാണ് കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയണ്ടായിരുന്നില്ല, ഞാൻ ഒന്നും മേടിച്ചു കൊടുക്കാതെ ഒപ്പിച്ചു കേട്ടോ. ലാസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഒരു പട്ടിക്കുട്ടീനെ മേടിച്ചു കൊടുത്ത് സമാധാനപ്പെടുത്തിയത്. അപ്പോൾ നല്ല തിരക്ക്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പൈൻ വാലിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പുടുക്കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എങ്ങനെ കയറുമെന്നൊരു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അമ്പുടുക്കുഞ്ഞാണെങ്കിലും ഇപ്പോൾ നിലത്ത് നിർത്തിയാൽ ഓടണ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സംഭവമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ലാസ്റ്റ് ഇത് മേടിച്ചത് അബദ്ധമായി എന്നുള്ള ചിന്തയായി. അമ്പുടുവിന് അത് നിലത്ത് വെക്കാനും പറ്റില്ല, ഊതാനും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരക്കുകളെയൊന്നും വകവയ്ക്കാതെ അതിൻ്റെ പൊക്കത്തൊക്കെ എങ്ങനെയോ വെടച്ച് കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഓടിപ്പാൻ അമ്പുടുക്കുഞ്ഞ് പോകുന്ന പേടിയുണ്ടായിരുന്നെങ്കിലും മച്ചാൻ അവളെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഞാനും പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്പുടുക്കുഞ്ഞ് അവിടെ ഒതുങ്ങിക്കൂടി നിന്നു കേട്ടോ. പിന്നെ എന്താ പറയണേ, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തു. അമ്പുടുവിനാണെങ്കിൽ ഈ ഊതണ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ മച്ചാൻ കുറച്ച് നേരം അത് ഊതിയൊക്കെ കാണിച്ച് അമ്പുടുക്കുഞ്ഞിനെ സന്തോഷവതിയാക്കി. എന്താണേലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ പണ്ടൊക്കെ ഒത്തിരി യാത്രകളൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു, പക്ഷേ ഫാമിലിയായിട്ട് നമുക്കങ്ങനെ പോകാൻ ഇപ്പോൾ അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ കിട്ടിയ അവസരം നമ്മൾ എൻജോയ് ചെയ്യുക, അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മളതേ മടങ്ങി വരികയാണ് കേട്ടോ. മടങ്ങി വന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന യാത്ര ഭയങ്കര രസമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ വന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസ് വീണ്ടും എടുക്കാം, തേയിലത്തോട്ടത്തിൽ നടുക്ക് ഇനി ഫോട്ടോസ് എടുത്തില്ല എന്ന് പറയരുതെന്നും പറഞ്ഞ് അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.